എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3 സെമസ്റ്റർ പരീക്ഷകളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്. മെയ് 7-ന് തുടങ്ങാൻ പോകുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും അടിക്കണ്ട, മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണോടൊപ്പം എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് കൂടി ചെയ്തോളൂ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സാപ്പ് ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3 സെമസ്റ്റർ പരീക്ഷകളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്. ഒന്നല്ല, രണ്ടല്ല, 3 സെമസ്റ്റർ പരീക്ഷകൾ തന്നെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്. മെയ് മാസം 7 എന്ന തീയതി തുടങ്ങാൻ പോകുന്നത്. തന്നെ FAUGP 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുണ്ട്, FAUGP 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുണ്ട്, അതേപോലെ തന്നെ 4ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുണ്ട്. ഇപ്പോൾ ഒരു മാസം തന്നെ ഇപ്പോൾ പല സെമസ്റ്റർ പരീക്ഷകൾ നടത്തുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒരേ ദിവസം തന്നെ 3 സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത്. കാരണം ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3 സെമസ്റ്റർ പരീക്ഷ ഒന്നിച്ച് ഒരേ ദിവസം ആരംഭിച്ചിട്ടില്ല. എൻ്റെ അറിവിൽ ഇതാദ്യമായിട്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കേണ്ടത് തന്നെ ഒരു കാര്യം തന്നെയാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്കിടയിൽ ഗ്യാപ്പ് കാണുകയില്ലെന്നുള്ളതാണ് പ്രധാനമായും സത്യം എന്ന് പറയുന്നത്. ഈ പരീക്ഷയുടെ ഒന്നും ഡീറ്റെയിൽഡ് ടൈം ടേബിൾ വരാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതിനൊന്നും വലിയ ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. അതായത് മെയ് മാസം 7-ന് ഈ പരീക്ഷകൾ തുടങ്ങും എന്ന് മാത്രമാണ് നിലവിൽ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത്. ഇനി ഈ പരീക്ഷയുടെ ടൈം ടേബിളും മറ്റ് വിവരങ്ങളൊക്കെ പബ്ലിഷ് ആയാൽ മാത്രമാണ് ഏതൊക്കെ ദിവസമാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ തമ്മിൽ ക്ലാഷ് വരുമോ, വിദ്യാർത്ഥികൾക്കത് സുഗമമായ രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം കുറച്ചും കൂടി വ്യക്തത വരണമെങ്കിൽ ഡീറ്റെയിൽഡ് ടൈം ടേബിൾ അവൈലബിൾ ആയേ സാധിക്കൂ. ഇപ്പോൾ മെയ് മാസം 7-ന് തുടങ്ങുമെന്നാണ് തോന്നുന്നത്. ഞാൻ ആദ്യമേ അത് വലിയ ഹൈപ്പ് എടുത്ത് പറഞ്ഞതിന് കാരണം എന്നെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ അറിവിൽ 3 സെമസ്റ്റർ പരീക്ഷകൾ ഒരേ രീതിയിൽ തുടങ്ങുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ അറിവിൽ. അതിനു മുമ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തമല്ല. എന്നാലും തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ കാണുന്ന മിസ് ഫോർ വാച്ചിങ്. ബൈ.